ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമാണേ. നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങും കേട്ടോ. ഇവിടുത്തെ കുറച്ച് കൃഷിയൊക്കെ കാണിക്കാമെന്ന് കരുതി. അമ്മ ഇവിടെ കുറച്ച് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നട്ടിട്ടുണ്ട്. ഇതിനെല്ലാം വളമിട്ട് ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുവാണേ. പിന്നെ ഈ മാവ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ മാവ് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പം അതേ സെയിം മാവ് തന്നെ കേട്ടോ ഇപ്പോൾ ഈ കിളിച്ചും വരുന്നത്. അപ്പം അതിനും വളമൊക്കെ ഇട്ട് പിന്നെ വേണ്ട നമ്മുടെ ചേമ്പ് പിന്നെ ചേനയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസം കേട്ടോ. പ്ലാവ് മാവ് പിന്നെ ഇതും അതിനകത്ത് വരുന്ന ഏകദേശം വേണ്ട ഇതൊക്കെ അതിനകത്തുള്ളതാണ് കേട്ടോ. മാവും പ്ലാവും ചീനിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചീനിക്കൊക്കെ ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളേ വളമിട്ട് ചിക്കിയിട്ട്. ഇവിടെ കൂടുതലും നമ്മൾ വാഴയും ചീനിയാട്ടോ കൃഷി ചെയ്യുന്നത്. പിന്നെ വേണ്ട കറിവേപ്പില. അപ്പോൾ ഞങ്ങളുടെ ഈ വയൽ സൈഡ് ആയതുകൊണ്ട് തന്നെ കറിവേപ്പില കിളിക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. പിന്നെ ദേ ഇവിടെ കുറച്ച് കൂവക്കിഴങ്ങുണ്ട് കേട്ടോ. ഇത് അച്ഛന് എവിടുന്നോ ആരോ കൊടുത്തത്. അച്ഛൻ അതിവിടെ കൊണ്ടുവന്ന് നട്ട് എന്തായാലും വളരെ വേഗം ആ കൂവക്കിഴങ്ങ് കിളിച്ചേ. അങ്ങനെ നമ്മൾ വേണ്ട ഏകദേശം പറമ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഓഫ് ആയതുകൊണ്ട് കുറച്ചൊന്ന് പറമ്പിലിറങ്ങി ഈ വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. പിന്നെ വേണ്ട നമ്മുടെ അടുത്ത മാവ്, നമ്മുടെ ഈ വയലിൻ്റെ അടുത്ത് 2 മാവുണ്ട് കേട്ടോ. ഈ 2 മാവും ഇപ്പം വളർന്ന് വയലിലോട്ടാട്ടോ കിടക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വെണ്ടയ്ക്ക. ഇതമ്മ വിത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ വെണ്ടയിൽ തന്നെ നിർത്തിയിട്ട് ഉണക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇതൊക്കെ വിളവെടുക്കുന്ന സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഈ വീടും പറമ്പും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പം ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.